അപ്പോൾ നാളെ നമുക്ക് ചെറിയൊരു കാറ്ററിംഗ് ഉണ്ട്. അതിന് ഞാനും ചേട്ടായും കൂടെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ സ്റ്റാറിലാണ് പോകുന്നത്. അപ്പോൾ ചിക്കനും മീൻ വേണ്ട, മീനില്ല ബാക്കിയെല്ലാം കാട, ചിക്കൻ, പിന്നെ പോർക്കല്ല പോത്ത് അങ്ങനത്തെ ഒരു കുഞ്ഞു കാറ്ററിംഗ് ആട്ടോ. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും പോവുകയാണ്. നമ്മൾ സാധനം മേടിക്കാൻ വേണ്ടി നമ്മുടെ സ്റ്റാർ മാർക്കറ്റിൽ എത്തി കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് നല്ല ദൂരമുണ്ട്, പക്ഷെ നമ്മളിവിടെ വന്നിട്ടാണ് സാധനങ്ങളെല്ലാം എടുക്കുന്നത്. അത്യാവശ്യം വില കുറവാണ്, നല്ല ഫ്രഷ് ഐറ്റംസ് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാർ കേട്ടോ. നല്ല സ്റ്റുഡിയോയും ഉണ്ട്. അങ്ങനെ നമ്മൾ സ്റ്റാറിലെത്തി കേട്ടോ. സ്റ്റാറിലെത്തിയിട്ട് സാധനം മേടിക്കാൻ വേണ്ടി അകത്തോട്ട് കയറാൻ പോവാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വെക്കേഷൻ ടൈം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ നമുക്ക് അത്യാവശ്യം ചിക്കനാണ് കേട്ടോ എടുക്കേണ്ടത്. ചിക്കൻ കുറച്ചധികം വേണം, കാറ്ററിംഗ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ചിക്കന്, ഇവിടുത്തെ ചിക്കൻ നല്ല ചിക്കനാണ് കേട്ടോ. പിന്നെ അതൊക്കെ വാങ്ങി ഞങ്ങൾ ഡിമാർട്ടിലും കൂടെ ഒന്ന് കയറി. ഡിമാർട്ടിൽ കയറിയപ്പോൾ എനിക്ക് ഭയങ്കര ദാഹം വന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന്. ഐസ്ക്രീം കഴിച്ചതേ ഓർമ്മയില്ല, എനിക്ക് നല്ല പണി കിട്ടി. ചേട്ടാ എന്നോട് പറഞ്ഞു 15 രൂപയ്ക്ക് ഇത്ര ഐസ്ക്രീം തരണമെങ്കിൽ നീ അല്ലാണ്ട് മേടിച്ച് കഴിക്കുമോ എന്ന് വെച്ചു. എനിക്ക് ഭയങ്കരമായിട്ടും വയറുവേദനയായിരുന്നു കേട്ടോ. എന്നാണെന്നറിയില്ല, എനിക്ക് അത് കഴിച്ച് അന്നേരം തുടങ്ങിയത്. പിന്നെ ഒരു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും ആ വേദന മാറിയിട്ടില്ല കേട്ടോ. എന്തോ ഫുഡ് പോയ്സൺ പോലെ ആയിപ്പോയിട്ടുണ്ട്. വേദനയിലാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ എടുക്കുന്നത് കേട്ടോ. അത് കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുത്ത് നല്ല ഹാപ്പി ആയിട്ടാണ് എടുത്തത്. എന്നാലും ഞാൻ ഫുള്ളൊന്നും കഴിച്ചിട്ടില്ല, പകുതിയോളം കഴിച്ചിട്ടുള്ളൂ കേട്ടോ. അതോടെ എൻ്റെ പണിക്കെട്ട് തീർന്നതെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ഞാൻ കഴിക്കുന്നതാണ്, ആദ്യമായിട്ടല്ല കേട്ടോ. ഡിമാർട്ടിൽ പോകുമ്പോൾ ഒക്കെ മേടിച്ച് കഴിക്കാറുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഐസ്ക്രീം പകുതി ഞാൻ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. വണ്ടിയിൽ ഞാനിങ്ങനെ വെച്ചെന്നിട്ട് അപ്പോൾ ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ നമ്മുടെ രാത്രി കാറ്ററിങ്ങിൻ്റെ കുറേ പരിപാടി ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ട് കടയിൽ കയറി അപ്പം തൊട്ട് തുടങ്ങിയത്. ഭയങ്കര വയറുവേദന ഉണ്ടായിരുന്നു. അപ്പോൾ കടയിൽ വന്നിട്ട് ഓരോരോ പണി തുടങ്ങണ്ടേ. സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ചിക്കൻ കബാബിൻ്റെയും ബിരിയാണിയും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മസാലയൊക്കെ പറ്റണമായിരുന്നു. പിന്നെ കട്ട്ലറ്റിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും വിഷമം കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന കേട്ടോ. ഉണ്ടാക്കുന്നതിൻ്റെ അല്ലേ, ആ മുട്ട മണക്കുമ്പം ഒന്നാമത് വയറുവേദന അതിൻ്റെ കൂടെയൊക്കെ. പിന്നെ ചിക്കനെല്ലാം മസാലയെല്ലാം പുരട്ടി വെച്ച് കബാബിൻ്റെയും പിന്നെ ബിരിയാണിയുടെയൊക്കെ ഫ്രീസറിൽ വെച്ചു. അപ്പോൾ രാത്രി പുരട്ടി വെക്കുകയാണെങ്കിൽ രാവിലെ തന്നെ നമുക്ക് ഉണ്ടാക്കണം കേട്ടോ. ഒരു 10 മണിയാകുമ്പോഴത്തേക്കൊക്കെ ഫുഡ് അവിടെ എത്തണം. അതുകൊണ്ട് രാത്രി മുഴുവൻ ഞങ്ങൾ അവിടെ നിന്ന് ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. ഞാൻ മോരുകറിയൊക്കെ ഉണ്ടാക്കി രാത്രി തന്നെ ചെയ്ത് വെച്ചു. പിന്നെ അപ്പത്തിൻ്റെ മാവൊക്കെ അരച്ച് റെഡിയാക്കി. പാലപ്പം ഉണ്ട് കേട്ടോ രാവിലെ. പാലപ്പവും മുട്ടക്കറിയും, അങ്ങനെ ഒരു വലിയ മെനു ആണ്. ചോറും കറി, കാട ഫ്രൈ, ചിക്കൻ കബാബ്, പോത്തുലർത്തിയത്, അങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ രാവിലെ എണീറ്റ് അപ്പമൊക്കെ ചുട്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി കാണാം കേട്ടോ.